എവരിവൺ 28 ഡേയ്സ് ഓഫ് മാജിക് പ്രാക്ടീസിന്റെ 24ാമത്തെ ദിവസമാണ് ഇന്ന്. 4 ദിവസം കൂടി കഴിഞ്ഞ് നമ്മുടെ പ്രാക്ടീസ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യും. അപ്പൊ ആദ്യമായിട്ട് എന്നെ കാണുന്നവർക്ക് നമ്മൾ 28 ദിവസത്തെ മാജിക് പ്രാക്ടീസ് ചലഞ്ചിലാണ്. ഇന്ന് 24ാമത്തെ ദിവസമാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മളൊക്കെ ഇടയ്ക്ക് വിചാരിക്കാറുണ്ട്, നമുക്കൊക്കെ ഒരു മാജിക് സ്റ്റിക്കോ അല്ലെങ്കിൽ ഒരു മാന്ത്രിക വടിയൊക്കെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ അല്ലേ, ഇങ്ങനെ ആക്കി കഴിയുമ്പോഴത്തേക്കും നമുക്ക് വേണ്ടതൊക്കെ നമ്മുടെ കയ്യിൽ കിട്ടും. ചില ഫിലിമിലൊക്കെ കാണാറുണ്ടല്ലേ ഇത്തരത്തിലുള്ളത്. അപ്പൊ ഇന്ന് നമ്മുടെ ഓഥർ താൽക്കാലികമായിട്ട് നമ്മളെയൊക്കെ ഒരു മാന്ത്രിക വടി നമ്മൾ ബ്ലെസ് ചെയ്തിരിക്കുകയാണ്. ഇന്ന് നമ്മൾ 24ാമത്തെ ദിവസം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രാക്ടീസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നല്ല രീതിയിൽ ഹെൽത്തിൽ, റിലേഷൻഷിപ്പിൽ, വെൽത്തിൽ നല്ല രീതിയിലായി കാണണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന, നല്ല ഹാപ്പി ആയിട്ട് ലൈഫ് ലീഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന 3 ആൾക്കാരുണ്ടാവുമല്ലോ. ഈ 3 ആൾക്കാരുടെ ഫോട്ടോഗ്രാഫ്സ് കളക്ട് ചെയ്യണം. നിങ്ങളുടെ കയ്യിൽ ഫോട്ടോസ് ആയിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ സിംഗിൾ ഫോട്ടോസ് എടുക്കാം. ഇല്ല മൊബൈലിലാണെങ്കിലും അങ്ങനെയാണ്. മുമ്പ് നമ്മൾ ഈ ഫോട്ടോ യൂസ് ചെയ്തിട്ടുള്ള വേറൊരു ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്തിട്ടുണ്ട് ഒരു ഡേയിൽ അല്ലേ. അപ്പോൾ അവിടെ ഫോട്ടോസ് ആണെങ്കിലും മതിയാകും. അതെടുത്ത് വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം, 3 ആൾക്കാരുടെ കാര്യമാണ് ചെയ്യാൻ പറയുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അടുപ്പമുള്ള, അല്ലെങ്കിൽ നിങ്ങൾ രക്ഷപ്പെടണം, കാണണം അവരെ ജീവിതവും, അവരെ നന്നായിട്ടൊന്ന് ജീവിക്കണം, ഹാപ്പി ആയിട്ട് ജീവിക്കണം എന്നൊക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്യില്ല ചിലരെ അല്ലേ. നിങ്ങളുടെ ബന്ധുവാവാം, ഫ്രണ്ട് ആവാം, നെയ്ബർ ആവാം, ആരെങ്കിലും ആകാം, കൊളീഗ് ആവും. അപ്പൊ അങ്ങനത്തെ ഒരു 3 പേരെ എടുത്തിട്ട് എന്ത് ചെയ്യണം എന്നറിയോ, അതിൽ ഓരോരുത്തരും 1 by 1 ആയിട്ട് ആദ്യം ഒരാളെ എടുക്കുക, അയാളുടെ ഫോട്ടോഗ്രാഫ് കയ്യിൽ പിടിക്കുക, എന്നിട്ട് കണ്ണടച്ചിട്ട് ജസ്റ്റ് വിഷ്വലൈസ് ചെയ്യുക. അയാളുടെ ലൈഫിൽ ഹെൽത്ത്, വെൽത്ത്, ഹാപ്പിനെസ് ഒക്കെ ഉണ്ടായി അയാൾ നല്ല സക്സസ്ഫുൾ ആയിട്ട് ജീവിക്കുന്നതായിട്ട് അയാൾ അത് വിഷ്വലൈസ് ചെയ്യുക. അല്ലെങ്കിൽ അയാൾ കണ്ടോ, എൻ്റെ അസുഖം ഒരുപാട് എന്തെങ്കിലും ഹെൽത്ത് വൈസ് പ്രോബ്ലം ഉള്ള ഒരാളാണെങ്കിൽ അയാൾ നിങ്ങളെ വിളിച്ചിട്ട് എൻ്റെ അസുഖം നല്ല ഭേദം ഉണ്ട് കേട്ടോ ഇപ്പോൾ, അല്ലെങ്കിൽ ഇത് എൻ്റെ കടങ്ങളൊക്കെ തീർന്നു, ഞാനിപ്പോൾ വളരെ ഫൈനാൻഷ്യലി ഫ്രീ ആണ്, സെക്യൂർ ആണെന്നൊക്കെ പറയുന്നതോ അങ്ങനെ എന്തെങ്കിലും. ഓക്കെ, അപ്പോൾ ഈ ഏരിയയിൽ അങ്ങനെ അയാൾ നല്ല രീതിയിൽ ജീവിക്കുന്നു എന്നുള്ളത് നിങ്ങളെ ഇൻഫോം ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാം. അല്ലെങ്കിൽ അവരുടെ ജീവിതം നല്ല രീതിയിലാകുന്നത് ആഗ്രഹിച്ച് നിങ്ങൾക്ക് അങ്ങനെ എന്താണോ അങ്ങനെ കുറച്ചു നേരം ഇത് വിഷ്വലൈസ് ചെയ്തിട്ട് കണ്ണ് തുറന്ന് ഈ ഫോട്ടോഗ്രാഫിലേക്ക് നോക്കിയിട്ട് താങ്ക് യു പറയണം. ബിക്കോസ് നിങ്ങൾ ആഗ്രഹിച്ച ഈ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എന്താ പറയുന്നത്, വലിയ അത്ഭുതം സംഭവിച്ച് അയാൾ നല്ല രീതിയിലേക്ക് രക്ഷപ്പെടുന്നതിന് നിങ്ങൾ അതിനുള്ള ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യണം. അങ്ങനെ 3 പേരുടെ ഫോട്ടോഗ്രാഫ്സ് എടുത്തിട്ട് അതേപോലെ നെക്സ്റ്റ് 1 കഴിഞ്ഞ് നെക്സ്റ്റ് പേഴ്സൺ എടുക്കുക, കയ്യിൽ പിടിക്കുക, കണ്ണടച്ചിട്ട് അയാളുടെ ജീവിതത്തിലെ ഹെൽത്ത്, വെൽത്ത്, ഹാപ്പിനെസ് ഒക്കെ കൊണ്ട് അയാൾ ബ്ലെസ് ചെയ്യപ്പെട്ട് ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു എന്നുള്ള ഫീലിങ്സോട് കൂടെ വിഷ്വലൈസേഷൻ ചെയ്തിട്ട് നിങ്ങൾ അതിനുള്ള ഗ്രാറ്റിറ്റ്യൂഡ് കണ്ണു തുറന്ന് താങ്ക് യു ഫോർ എന്താണോ അയാൾക്ക് ഇങ്ങനെ ആയതിനുള്ള ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം. ഓക്കെ, അങ്ങനെ 3 പേരുടെയും ചെയ്യണം. 3 പേരുടെയും ചെയ്ത് കഴിഞ്ഞിട്ട് ഓക്കെ, 3 ആൾക്കാർ ചെയ്യാനാണ് ഇന്ന് റോണ്ടബൺ പറയുന്നത്. ഈ ഒരു ആക്ടിവിറ്റിയിൽ 3 പേഴ്സണെ ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് ചെയ്ത് കഴിയാം. ഇനി ഇത് കൂടാതെ ചെയ്യേണ്ട 2 കാര്യങ്ങളുണ്ട്. രാവിലെ നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള, ബ്ലെസ്ഡ് ആയിട്ടുള്ള 10 കാര്യങ്ങൾക്ക് ഉള്ള ബ്ലെസ്സിങ്സ് കൗണ്ട് ചെയ്ത് ചെവി കേൾക്കി ഉറക്കെ വായിച്ച് അതിനുള്ള ഗ്രാറ്റിറ്റ്യൂഡ് താങ്ക് യു എന്ന് എക്സ്പ്രസ് ചെയ്യുക. കിടക്കുന്നതിന് മുന്നേ മാജിക് ലോക്ക് കയ്യിൽ പിടിച്ചിട്ട് ആ ഒരു ഡേയിൽ ഫുൾ ഇങ്ങനെ റീകളക്ട് ചെയ്യുമ്പോൾ ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെന്റ് ഏതാണോ അതെടുത്തിട്ട് അതിനുള്ള ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളിൽ നിന്ന് എക്സ്പ്രസ് ചെയ്തിട്ട് ഹാപ്പി ആയിട്ട് കിടന്നുറങ്ങാം. അപ്പൊ 24ാമത്തെ ദിവസത്തെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്തായിരുന്നു. വളരെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ നമ്മുടെ പ്രാക്ടീസ് സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ ഇത് ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നവരെങ്കിൽ നിങ്ങൾക്കുള്ള ചലഞ്ച് ബാക്കി ദിവസം അവിടെ കിടക്കുന്നുണ്ട്. ഇന്നുള്ള ഡേ നിങ്ങൾ ഫസ്റ്റ് ആണ് കാണുന്നതെങ്കിൽ ഫസ്റ്റ് ഡേ ചലഞ്ച് പോയി കണ്ട് അത് ഡേ ഫസ്റ്റ് ആയി കൺസിഡർ ചെയ്ത് ബാക്കിയുള്ള ദിവസത്തെ കാര്യങ്ങളൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം. ഓക്കെ, എൻ്റെ ഒരു പ്രൈവറ്റ് വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ആവണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ടാകും, അതിലേക്ക് വരാം. ഡെയിലി മാജിക് പ്രാക്ടീസ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഡെയിലി ഒരു 15 to 20 മിനിറ്റ്സ് സബ് കോൺഷ്യസ് റീപ്രോഗ്രാമിങ്ങിലൂടെ നിങ്ങളെ കടന്നു വിടും. അപ്പോൾ അത് നിങ്ങൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിന് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നിട്ടുള്ള വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചിട്ട് നിങ്ങൾക്ക് അതിലേക്ക് സുഖമായിട്ട് ജോയിൻ ആവാൻ പറ്റും. അപ്പോൾ താങ്ക് യു. അപ്പോൾ 25ാമത്തെ ദിവസം ചലഞ്ചുമായിട്ട് ഞാൻ വരാം. താങ്ക് യു, ബൈ.